നമസ്കാരം. നക്ഷത്രപരത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. ഇന്ന് 2024 ജനുവരി 1 പുതുവർഷ പുലരി. ഇന്നത്തെ ദിവസം നക്ഷത്രത്തെക്കാൾ തിഥിക്ക് വളരെ പ്രാധാന്യമുള്ള ദിവസമാണ്. ഇന്ന് പഞ്ചമി തിഥിയാണ്. പഞ്ചമി തിഥി സർവ്വഭാഗ്യങ്ങളുടെയും ദിവസമെന്ന് പറയാം. അപ്പോൾ ഈ വർഷത്തിൻ്റെ തുടക്കം എല്ലാവർക്കും നല്ലതായിരിക്കുമെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. ഇനി ഓരോ രാശിക്കാരുടെയും ഇന്നത്തെ ഫലം എങ്ങനെയാണെന്ന് നോക്കാം. ഇന്നത്തെ നക്ഷത്രം മകം. മേടം രാശി. മകം നക്ഷത്രത്തിൻ്റെ 4-ാം പാദമാണ്. അത് ഉച്ചയ്ക്ക് ശേഷം പൂരം നക്ഷത്രം ആരംഭിക്കും. അപ്പോൾ ചന്ദ്രൻ 5-ലാണ് മേടം രാശിക്കാർക്ക്, അതായത് അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യത്തെ കാൽഭാഗം നക്ഷത്രക്കാർക്ക് 5-ാം ഭാവത്തിലാണ് ചന്ദ്രൻ്റെ സഞ്ചാരം. മറ്റു ഗ്രഹങ്ങളുടെയും നില നോക്കുമ്പോൾ സ്വാഭാവികമായും ഇവർക്ക് കുടുംബത്തിലേക്ക് ഇന്ന് സാമ്പത്തികമായ നേട്ടം കാണുന്നുണ്ട്. പ്രത്യേകിച്ചും ജീവിത പങ്കാളിയിൽ നിന്ന് പുരസ്കാരമോ സമ്മാനമോ സാമ്പത്തിക നേട്ടമോ കിട്ടാനുള്ള സാധ്യതയുണ്ട്. മക്കളുടെ വിദ്യാഭ്യാസ സംബന്ധമായ കാര്യങ്ങളിലും സംതൃപ്തികരമായ വാർത്ത കേൾക്കാനുള്ള സാധ്യത കാണുന്നു. എന്നാൽ പിതാവിനോ അല്ലെങ്കിൽ കുട്ടികൾക്കോ കൊച്ചു മക്കൾക്കോ ഒക്കെ കണ്ണിനോ ഹൃദയത്തിനോ ചെറിയ ശാരീരിക അവസ്ഥ ഉണ്ടാകാനുള്ള സാധ്യതയും കാണുന്നു. പിതാവുമൊത്തുള്ള യാത്ര വളരെ സൂക്ഷിക്കണം. ധനപരമായ കാര്യത്തിലും പ്രവർത്തനങ്ങളിലുമെല്ലാം നല്ല വിജയം കാണുന്നുമുണ്ട്. ഈ കാര്യം മാത്രമാണ് ശ്രദ്ധിക്കേണ്ടത്. ഇടവം രാശി. കാർത്തികയുടെ 2-ാമത്തെ മുക്കാൽ, രോഹിണി, മകയിരത്തിൻ്റെ ആദ്യത്തെ അര. ഇവരെ സംബന്ധിച്ചിടത്തോളം 4-ാം ഭാവത്തിൽ ചന്ദ്രൻ സഞ്ചരിക്കുന്നു. ശുക്രൻ 7-ാം ഭാവത്തിലുണ്ട്, കൂടെ ബുധനുമുണ്ട്. അതുകൊണ്ട് തന്നെ കുടുംബകാര്യങ്ങളിൽ പൊതുവെ സംതൃപ്തികരമായൊരവസ്ഥയാണ് കാണുന്നത്. എന്നാൽ ഭാര്യയുമായോ അല്ലെങ്കിൽ ജീവിത പങ്കാളിയുമായോ ഏതെങ്കിലും തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാനുള്ള ഇടയുണ്ട്. ചിലപ്പോൾ ദിവസത്തിൻ്റെ തുടക്കത്തിൽ നല്ല ഗുണകരമായിട്ട് പോകും. സാമ്പത്തിക നേട്ടവും മറ്റു കാര്യങ്ങളിൽ വിജയവുമൊക്കെ ഉണ്ടെങ്കിലും വൈകുന്നേരം ഒരു കലഹത്തിന് സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. മിഥുനം രാശി. മിഥുനം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ മകയിരത്തിൻ്റെ 2-ാമത്തെ അര, തിരുവാതിര, പുണർദത്തിൻ്റെ ആദ്യത്തെ മുക്കാൽ ഭാഗം. ഇവർക്ക് ഇന്ന് ഊർജ്ജസ്വലമായ ഒരു ദിവസമായിട്ടാണ് കാണുന്നത്. പൊതുവേ ഇന്നത്തെ ദിവസത്തിനോട് ഇവർക്ക് മനസ്സുകൊണ്ട് കൂടുതൽ അടുപ്പമുള്ളതുകൊണ്ട് പ്രവർത്തനങ്ങളിൽ നല്ല വിജയം കാണുന്നു. ശുഷ്കാന്തിയോടുകൂടി തൻ്റെ കർമ്മമേഖലയിൽ വ്യാപരിക്കാൻ സാധിക്കുന്നു. അതുകൊണ്ട് സാമ്പത്തിക നേട്ടം കാണുന്നു. അപ്രതീക്ഷിതമായ ചില തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നത് അവരുടെ പ്രവർത്തന മേഖലയെ കൂടുതൽ പ്രകാശമാനമാക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പൊതുവേ ഗുണകരമാണ്. എന്നാൽ ഇടത്തെ കൈ വളരെ ശ്രദ്ധിക്കണം. കൈവിരലിനോ കൈമുട്ടിനോ ഒക്കെ ചെറിയ അപകട സാധ്യത കാണുന്നു. കർക്കിടകം രാശി. കർക്കിടകം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ പുണർദത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം, പൂയം, ആയില്യം നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം അഷ്ടമശനി ഉണ്ട് എന്നുള്ള കാര്യം മറക്കാതിരിക്കുക. രാഹു 9-ലും സഞ്ചരിക്കുന്നു. എന്നാൽ 10-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന വ്യാഴം ജോലി സംബന്ധമായ കാര്യങ്ങളിൽ എന്തെങ്കിലും ചെറിയ ചില പ്രതീക്ഷകൾ ഇപ്പോൾ ഇവർക്ക് കൊടുക്കുന്നതായിരിക്കും. ശുക്രൻ സഞ്ചരിക്കുന്നത് ഇവർക്കിപ്പോൾ നല്ല സ്ഥലത്താണ്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഇവർക്ക് സാമ്പത്തിക നേട്ടമോ മറ്റു ഗുണങ്ങളോ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നു. അതുപോലെ തന്നെ പ്രവർത്തനങ്ങളിൽ മികവും കാണുന്നുണ്ട്. ശ്രദ്ധിക്കേണ്ടത് സന്താനങ്ങൾക്ക് വിദ്യാഭ്യാസ സംബന്ധമായ കാര്യങ്ങളിൽ ഗുണമുണ്ടാകുമെങ്കിലും അപകടകരമായ ചില സാധ്യതകൾ, അതായത് ഒന്നുകിൽ ആരോഗ്യ സംബന്ധമായോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചെറിയ മുറിവോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാൽമുട്ടും കാൽഭാഗങ്ങളുമൊക്കെ ശ്രദ്ധിക്കാൻ പ്രത്യേകം പറയുന്നു. ചിങ്ങം രാശി. മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം ജന്മത്തിലാണ് ചന്ദ്രൻ സഞ്ചരിക്കുന്നത്. ജന്മത്തിൽ സഞ്ചരിക്കുന്നത് കൊണ്ട് പൊതുവെ ഗുണകരമായൊരു ദിവസമായിട്ടാണ് കാണുന്നത്. സ്വന്തം മനസ്സും ശരീരവും കൂടുതൽ ഊർജ്ജസ്വലമായി പ്രവർത്തിക്കുന്ന ഒരു ദിവസമായിട്ട് കാണുന്നു. അതുകൊണ്ട് സാമ്പത്തിക നേട്ടം തീർച്ചയായിട്ടുമുണ്ട്. പ്രവർത്തനങ്ങളിൽ കൂടുതൽ തിളങ്ങാൻ സാധിക്കുന്ന ഒരു ദിവസമാണ്. അതുപോലെ മാതാവുമായോ അല്ലെങ്കിൽ ജീവിതസഖിയുമായോ സന്താനങ്ങളുമായോ അതല്ലെങ്കിൽ സ്ത്രീ സുഹൃത്തുക്കളുമായോ സഹോദരിയുമായോ മകളുമായോ ഒക്കെ നല്ല ഒരു റാപ്പോ, നല്ലൊരു ബന്ധം ഉണ്ടാകുന്ന ദിവസമാണ്. അവർക്ക് സമ്മാനങ്ങൾ അങ്ങോട്ട് വാങ്ങിച്ചു കൊടുക്കലോ തിരിച്ച് അവരിൽ നിന്ന് കൈപ്പറ്റുന്നതോ ഒക്കെ ആയിട്ട് കാണുന്നു. സാമ്പത്തിക നേട്ടം, വാഹനവുമായി ബന്ധപ്പെട്ടോ യാത്രയുമായി ബന്ധപ്പെട്ടോ സന്തോഷകരമായ വാർത്ത കേൾക്കുന്നു. കന്നിരാശി. കന്നിരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രത്തിൻ്റെ 2-ാമത്തെ മുക്കാൽ ഭാഗം, അത്തം, ചിത്രയുടെ ആദ്യത്തെ അര. ഇവരെ സംബന്ധിച്ചിടത്തോളം അഷ്ടമരാശിയിൽ സഞ്ചരിക്കുന്ന വ്യാഴത്തിൻ്റെ അടിസ്ഥാനം എല്ലാ കാര്യങ്ങളിലും നമ്മൾ ഷെയർ ചെയ്യേണ്ടതായിട്ട് വരും, പങ്കെടുക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് സ്വാഭാവികമായും ഒരു ഭാഗ്യക്കേട് കാണുന്നുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ചന്ദ്രൻ ഇവർക്കിന്ന് 12-ലാണ് സഞ്ചരിക്കുന്നത്. അധിക ചിലവിൻ്റെ ദിവസമാണ്. അധിക ചിലവ് ചിലപ്പോൾ സമ്പത്ത് കൂടുതൽ വന്നാൽ തന്നെയും അതിനപ്പുറത്തേക്ക് ചിലവ് പോകാം. അതല്ലെങ്കിൽ നേരാംവണ്ണം സാമ്പത്തികമായ ഭദ്രത ഉണ്ടാകാതിരിക്കുമ്പോഴും അധിക ചിലവെന്ന് നമുക്കതിനെ വിശേഷിപ്പിക്കാം. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം. സാമ്പത്തിക കാര്യങ്ങളിൽ നല്ല ക്രമീകരണങ്ങൾ ആവശ്യമുണ്ട്. തങ്ങളുടെ കയ്യിലുള്ള സ്വത്തുവകകളോ മറ്റു കാര്യങ്ങളോ നഷ്ടപ്പെടാനുള്ള സാധ്യതയുമുണ്ട്.
തുലാം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ചിത്രയുടെ രണ്ടാമത്തെ അര, ചോതി, വിശാഖത്തിൻ്റെ ആദ്യത്തെ മുക്കാൽ ഭാഗം. 7ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന വ്യാഴം ഇവർക്ക് സർവ്വ ആനുകൂല്യങ്ങളും ഈശ്വര കടാക്ഷവും നൽകുന്നതാണ്. 11ലാണ് ചന്ദ്രൻ. അതുകൊണ്ട് സർവാഭീഷ്ടം എന്ന് തന്നെ പറയാം. എല്ലാവിധത്തിലും ഇന്നത്തെ ദിവസം സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്നതായി കാണുന്നു. അല്ലെങ്കിൽ പ്രതീക്ഷിച്ച കാര്യങ്ങളൊക്കെയും ഇന്ന് നടക്കുന്നതായിട്ടും കാണും. അതുപോലെ ഏതെങ്കിലും തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ദോഷമുണ്ടായിരുന്നെങ്കിൽ അതെല്ലാം പരിഹരിക്കപ്പെട്ട് ഇന്ന് നല്ല മികവോടുകൂടി അത് പ്രവർത്തിക്കാൻ സാധിക്കുന്നൊരു ദിവസമാണ്. വൃശ്ചികം രാശി. വിശാഖത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം, അനിഴം, കേട്ട നക്ഷത്രങ്ങളാണ് വൃശ്ചികം രാശിയിലുള്ളത്. വൃശ്ചികം രാശിയെ സംബന്ധിച്ചിടത്തോളം 10ാം ഭാവത്തിൽ ചന്ദ്രൻ സഞ്ചരിക്കുന്നത് അനുകൂലമാണ്. തൊഴിൽ മേഖലയിൽ കൂടുതൽ ഇവർക്കിന്ന് പ്രവർത്തിക്കാൻ അല്ലെങ്കിൽ ഇടപെടാൻ സാധിക്കുന്ന ദിവസമാണ്. വളരെ ക്രിയേറ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ സാമ്പത്തിക നേട്ടം കുറച്ചുകൂടി ഭദ്രമാവുന്നു. പ്രവർത്തനങ്ങളിൽ മികവുള്ളതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ ഇടയിൽ ഇവരുടെ ഇംപ്രഷൻ വർദ്ധിക്കുന്ന ദിവസമാണെന്ന്. അതുപോലെ കായിക പ്രകടനങ്ങളിലും മറ്റുമൊക്കെ കഴിവുള്ളവർക്ക് അതിലും നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ സാധിക്കുന്നു. ഇന്നത്തെ ദിവസത്തിൻ്റെ മറ്റൊരു പ്രത്യേകത അമിതമായ സന്തോഷത്തിൻ്റെയോ വൈകാരികമായ ആധിക്യത്തിൻ്റെയോ കുഴപ്പം കൊണ്ട് ചിലപ്പോൾ ശാരീരികമായ എന്തെങ്കിലും മുറിവോ പ്രശ്നങ്ങളോ ഉണ്ടാകാനുള്ള ഇടയുണ്ട്. വാക്കും സൂക്ഷിച്ച് ഉപയോഗിക്കുക. കാരണം എന്തെങ്കിലും തരത്തിലുള്ള അപകടമോ അല്ലെങ്കിൽ വാക്കുകൊണ്ടുണ്ടാകുന്ന ചെറിയ പിണക്കങ്ങളോ ഉണ്ടാകാൻ സാധ്യത കാണുന്നു. ധനുരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം 5ാം ഭാവത്തിലെ വ്യാഴവും 3ലെ ശനിയും വളരെ ഗുണകരമായിട്ടുള്ള അവസ്ഥയാണ്. എന്നാൽ 4ലെ കേതു വളരെ ശ്രദ്ധിക്കണം. കുടുംബാന്തരീക്ഷത്തിൽ ചെറിയ ചില അസ്വാരസ്യങ്ങളോ സംശയത്തിൻ്റെ വിത്തുപാകലോ ഒക്കെ സംഭവിക്കാവുന്ന ദിവസമാണ്. തങ്ങളെ തന്നെ മറ്റുള്ളവർ സംശയിക്കാം, കുടുംബത്തിലുള്ളവർ സംശയിക്കാം, തിരിച്ചങ്ങോട്ടും അത് സംഭവിക്കാം. അതുപോലെ തന്നെ പിതാവിന് നേരിയ ശാരീരിക അവശതയും കാണുന്നു. പ്രത്യേകിച്ചും ശ്വാസതടസ്സമോ അലർജി അസുഖമോ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പഠനവുമായി ബന്ധപ്പെട്ടുള്ള യാത്രകൾക്കോ മറ്റോ ഗുണം കാണുന്നുണ്ട്. മകരം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രാടത്തിൻ്റെ 2ാമത്തെ മുക്കാൽ, തിരുവോണം, അവിട്ടത്തിൻ്റെ ആദ്യത്തെ അര. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ദിവസത്തിൽ ചെറിയ ചില തടസ്സങ്ങൾ ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. ഒന്നാമത് 3ൽ നിൽക്കുന്ന രാഹു ഇവർക്ക് അമിതമായ ആവേശം നൽകും. പക്ഷേ അതിൻ്റെ അടിസ്ഥാനത്തിൽ ചിലപ്പോൾ ചില ബുദ്ധിപരമായ ചില ശൂന്യതകൾ സൃഷ്ടിക്കാനുള്ള സാധ്യതയുണ്ട്. അത് പ്രവർത്തനങ്ങൾക്ക് തടസ്സമുണ്ടാക്കാം. അതുകൊണ്ട് ഓരോ കാര്യങ്ങളും വളരെ ശ്രദ്ധിച്ച് ജാഗ്രതയോടുകൂടി ചെയ്യാൻ ശ്രമിക്കുക. അങ്ങേയറ്റം മനസ്സുറപ്പിച്ച് ഓരോ കാര്യവും ചെയ്യുക. കുംഭം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ അവിട്ടത്തിൻ്റെ 2ാമത്തെ അര, ചതയം, പൂരുരുട്ടാതി നക്ഷത്രം. പൂരുരുട്ടാതിയുടെ ആദ്യത്തെ മുക്കാൽ ഭാഗം നക്ഷത്രങ്ങളാണ്. ഇന്നത്തെ ദിവസം ഇവരെ സംബന്ധിച്ചിടത്തോളം കുറേ കാലമായി ആഗ്രഹിച്ചിരുന്ന വ്യക്തിയെ കാണാൻ സാധിക്കുന്നു. തങ്ങളുടെ വിവാഹവുമായി ബന്ധപ്പെട്ട ഈ നക്ഷത്രക്കാരുടെ വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അനുകൂലമായ ചില വാർത്തകൾ കേൾക്കാനുള്ള സാധ്യതയുണ്ട്. സമാഗമങ്ങൾ കൂടുതൽ അവർക്ക് ഇന്നത്തെ ദിവസം ഉല്ലാസവും സന്തോഷവും നൽകുന്നതായിട്ട് കാണുന്നു. യാത്ര ഗുണകരമായിട്ട് കാണുന്നു. പ്രവർത്തനങ്ങളിൽ മികവുണ്ടാകുന്നു. സാമ്പത്തിക നേട്ടമുണ്ടാകുന്നു. മീനം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ പൂരുരുട്ടാതിയുടെ അവസാനത്തെ കാൽഭാഗം, ഉത്രട്ടാതി, രേവതി നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറേ കാലമായി മുടങ്ങിക്കിടന്ന ഏതെങ്കിലും പ്രവർത്തനങ്ങളെ വീണ്ടും മുന്നോട്ട് കൊണ്ടുപോകാൻ തയ്യാറെടുക്കുന്ന ഒരു ദിവസമായിട്ട് കാണുന്നു. അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ആസൂത്രണങ്ങൾ നടക്കുന്നു. സാമ്പത്തികമായിട്ടൊട്ടും ദോഷമല്ല. തങ്ങൾ ആരുടെത്തെങ്കിലും പണം ചോദിച്ചിട്ടുണ്ട്, അത് കടമായിട്ടെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇന്ന് കിട്ടുന്ന ദിവസമാണ്. ഫിനാൻഷ്യൽ സ്ഥാപനങ്ങളിൽ നിന്നും ഇവർക്ക് അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാകുന്ന ദിവസമാണ്. അഭിപ്രായ ഭിന്നതകൾ മറന്ന് തങ്ങളുടെ പ്രവർത്തന മേഖലയിൽ ഒരു വല്ലാത്തൊരു കൂട്ടായ്മ, സക്സസിൻ്റെ ഒരു കൂട്ടായ്മ ഉണ്ടാകുന്ന ദിവസം കൂടിയാണിന്ന്. നക്ഷത്രഫലം ഇവിടെ പൂർണ്ണമാവുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു വർഷവും ആശംസിക്കുന്നു. വീണ്ടും കാണാം അടുത്ത ദിവസം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.